അഖിൽ മാരാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിന് പെട്ടെന്ന് ഇത്രയും പുള്ളി ഒരു വിന്നറാണ്, ഒരു സീസൺ വിന്നറാണ്. അപ്പോൾ പുള്ളി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എത്രയും പേര് ശ്രദ്ധിക്കുന്നു. പക്ഷേ ഒരു 3 വർഷം മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞാൻ പരാജിതനായിരുന്നു, വിന്നറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞത് ആരും തന്നെ ഈ പറഞ്ഞ പോലെ മുഖവിലേക്ക് എടുത്തില്ല. അന്നൊക്കെയാണ് ഇത് പതിയെ ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഉറപ്പായിരുന്നു ഇത് സത്യമല്ലേ, ഇതിനെ നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല, ഇത് എത്ര നാൾ കഴിഞ്ഞാലും പുറത്തു വരുമല്ലോ. നിയമപ്രകാരം ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഷോയുടെ സീക്രസി ഒന്നും നമ്മൾ പുറത്തു പറയുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് പറയാൻ പാടില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഷോയെ കുറിച്ച് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് പറയാം. അതിന് ഈ പറഞ്ഞതുപോലെ വിഷയങ്ങളില്ല. ഇതൊക്കെ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ അത് പലരായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അഖിൽ പറയുന്നതിന് മുമ്പ് തന്നെ സത്യത്തെ പറഞ്ഞത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. റോബിൻ ഷോയ്ക്കകത്തിരുന്ന് തന്നെ പറഞ്ഞല്ലോ, ഈ ഷോയ്ക്കകത്ത് ഉടായ്പ പ്രശ്നങ്ങളുണ്ട്, ഇതാരെ വിടണം, എപ്പോൾ വിടണം, എങ്ങനെ വിടണം, ഏത് ഇമേജിൽ വിടണം എന്നൊക്കെ സംഘാടകർ തീരുമാനിക്കും. നിങ്ങൾ കരുതുന്ന പോലെ ഇത് മറ്റേ പ്രേക്ഷകൻ മാത്രം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയ നീതിയുക്തമായ, അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. പ്രേക്ഷകരാണ് ഇതിന്റെ വിധികർത്താക്കൾ, പ്രേക്ഷകരുടെ തീരുമാനത്തിനനുസരിച്ചാണ്. പ്രേക്ഷകരായിരുന്നു വിധികർത്താക്കളെങ്കിൽ റോബിൻ കഴിഞ്ഞിട്ടെങ്കിൽ സീസണിൽ ജയിക്കണ്ടേ. ഇപ്പൊ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഇത്തവണത്തെ റോക്കിയുടെ ഇൻസിഡന്റ് ആണ് ആക്ച്വൽ ഫിസിക്കൽ അസോൾട്ട്. അതിനു മുമ്പ് റോബിൻ പുറത്തായതൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ടാണ്. അതുകൊണ്ട് അതാണ് ഈ പലപ്പോഴും പല നീതിയാണ് ബിഗ് ബോസിന്റെ ആ ഒരു ഇതിലുണ്ടാകുന്നത്. ഒരു കോണ്ടസ്റ്റന്റിനെ എങ്ങനെ കാണണം എന്ന് സംഘാടകർ തീരുമാനിക്കും. അതെങ്ങനെ എന്ന് ഞാൻ റിവീൽ ചെയ്യാം. ഈ നമ്മൾ കരുതുന്ന പോലെ കുറേ യൂട്യൂബ് ചാനൽസ് ഇരുന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ പറയല്ല. യൂട്യൂബ് ചാനൽസ്, കുറേയേറെ യൂട്യൂബ് ചാനൽസ് ഒരുമിച്ച് ആർക്കെതിരെ എന്ത് പറയണം എന്ന് ചിലർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കും. ഇത് കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ അതാരാണ് ഇതാരാണെന്ന് ചർച്ച ചെയ്യേണ്ട, അങ്ങനെ തീരുമാനിക്കും. അതായത് ഒരാളെ നെഗറ്റീവായിട്ട് കാണിക്കണമെങ്കിൽ ഒന്നല്ല 75 ചാനലുകൾ ഒരുമിച്ച് അയാൾക്കെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഇടും. ആ കണ്ടന്റ് ഇടാനുള്ള ഓർഡർ ഒരു പ്രത്യേക ഇടത്തുനിന്ന് പോവും. അതിന്റെ പേയ്മെന്റ് ആ ഇടത്തുനിന്ന് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് കരുതുന്നു? നമ്മൾ വിചാരിക്കുന്ന ഒരു 75 പേര് ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കും. സംഗതി ഇതാണ്, നിങ്ങൾ 24/7 കാണുന്നതും എഡിറ്റഡാണ്. പിന്നെ ഈ വോട്ടിങ്ങിനെ പറിച്ചിട്ട്, വോട്ടിംഗ് ഒക്കെ ചുമ്മാ വെറും വെറുതെ. വോട്ടിംഗ് ഫുൾ കള്ളത്തരമാണെന്ന്. അല്ല, ഫുൾ കള്ളത്തരമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ വോട്ടിംഗ് നിങ്ങൾ കാണുന്ന പോലെ അല്ലേ. ആർക്ക് എത്ര വോട്ടൊക്കെ ഫൈനൽ കൗണ്ട് വരണമെന്നൊക്കെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ ഇരുന്ന് ഗ്രാഫിക് കാർഡ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം എൻ്റെ സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. ഇത് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ആ ടൈമിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വിലപേശിയ ഒരു കക്ഷിയുണ്ട്. അയാൾ ബിഗ് ബോസിൻ്റെ ആരുമല്ലേ, അയാളെ ബിഗ് ബോസിൻ്റെ ക്രൂവിലെ ഒരു മെമ്പർ മാത്രമാണ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, നമ്മുടെ ബിഗ് ബോസിനകത്തെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻസിനകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്തെ ഒരു കക്ഷി